ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അവർക്ക് നല്ലൊരു ഹെൽത്തി പാക്കാണ്. ഇത് അവരുടെ വളർച്ചയ്ക്കും പ്രതിരോധത്തിനും വളരെ ഉത്തമമാണ്. കുട്ടികൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി ആയിട്ട് ഉപയോഗിക്കാം. കൂടുതൽ അറിയുന്നതിനായി ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുണ്ടാക്കാൻ വേണ്ടി റാഗി പൗഡർ 1 ടീസ്പൂണ് നമ്മൾ ഒരു പാനിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് കലക്കിയെടുക്കാം. നന്നായി ഇതേപോലെ കട്ടയില്ലാതെ നമുക്ക് കലക്കിയെടുക്കാം. നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് സ്റ്റൗവിൽ വെച്ച് ചെറിയ തീയിൽ വെച്ച് നമുക്ക് അതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതേപോലെ ഇളക്കി കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കിയെടുത്ത് ഒരുവിധം തിളച്ച് വരുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കാം. ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇതേ പരുവത്തിൽ ആയി നമ്മൾ കുറുക്കിയെടുക്കണം. 2 ടീസ്പൂണ് നമ്മൾക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അധികം മധുരമില്ലാത്ത ശർക്കരയാണ്. 2 ടീസ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. ഇത് വളരെയധികം ഗുണപ്രദമുള്ളതാണ്. പിന്നെ ചാനലിൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി നമുക്ക് അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്തി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒരു 3 മിനിറ്റ് നേരം അതിനെ കുറുക്കിയെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്തി കൊടുത്താൽ മതി. 2 ഗ്ലാസ് വേണമെങ്കിൽ നമുക്ക് 2 ടീസ്പൂണ് ചേർത്തി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തു നമ്മൾ 3 മിനിറ്റ് നേരം അതിനെ കുറുക്കിയെടുക്കുകയാണ്. ഇതേമാതിരി നന്നായിട്ട് ഇളക്കി നല്ല പരുവായി വന്നിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് അത് മാറ്റി. ഇനി അത് കുറച്ച് തണുപ്പിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളത് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കശുവണ്ടിയും അതേപോലെ ബദാമും കൂടി പൊടിച്ച പൊടിയാണ് 2 ടീസ്പൂണ്. ഇനി നമുക്ക് അതിൽ 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ്സിനാണെങ്കിൽ നമ്മൾ 1/2 കപ്പ് പാലൊഴിക്കുക. 2 ഗ്ലാസ്സിനാണെങ്കിൽ 1 ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കാം. ഇത് കുട്ടികൾക്ക് പ്രതിരോധത്തിനൊക്കെ വളരെ നല്ലതാണ്. കാലത്തൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. ഇനി നമ്മൾ കുറച്ച് ഈന്തപ്പഴം അതിലേക്ക് അരിഞ്ഞത് ചേർത്തി കൊടുക്കാം. കുറച്ച് നമ്മുടെ കശുവണ്ടിയും ബദാമും പൊടിച്ച പൊടി നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ റെസിപ്പി ടെസ്റ്റ് ചെയ്യാനായിട്ട് 2 ടെസ്റ്റർമാർ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് അവർ പറയും. Hi friends, it's very yummy. Tasty. Hello friends, it is so yummy and tasty. Super. ഇത് കുട്ടികൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. രാത്രി കിടക്കാൻ സമയത്ത് കൊടുക്കരുത്. റാഗിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊക്കോ പൗഡർ ഉപയോഗിക്കുന്നത്. പിന്നെ 1 ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ 1 ടീസ്പൂണ് കൊക്കോ പൗഡർ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ചാനൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം രുചി ടേബിൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് ലഭിക്കും. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.